Welcome to my channel. Today we are going to discuss about journal entries in connection with issue of shares. ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ ക്യാപിറ്റലിന്റെ പാർട്ടാണ് ഇത് ഷെയർ എന്ന് പറയുന്നത്. ഈ ഷെയറിന്റെ എമൗണ്ട് പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത് ആ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, കോൾ മണി പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കളക്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്കിവിടെ അതിനുള്ള ജേണൽ എൻട്രീസ് നോക്കണം. അതുപോലെ തന്നെ ഓവർ സബ്സ്ക്രിപ്ഷൻ, ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഷെയറിനുള്ള ആപ്ലിക്കേഷൻ കിട്ടിയാൽ അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്. അതുപോലെ തന്നെ അണ്ടർ സബ്സ്ക്രിപ്ഷൻ, കോൾസ് ഇൻ അരിയേഴ്സ്, കോൾസ് ഇൻ അഡ്വാൻസ്, ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്ത് ആ ജേണൽ എൻട്രീസ് നമുക്ക് ആദ്യം എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് നോക്കാം. ജേണലിന്റെ ഫോർമാറ്റ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്. ജേണലിൽ നമ്മൾ എഴുതുന്നത് LF, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ്. നമുക്ക് ഓരോ ജേണൽ എൻട്രി എങ്ങനെ വരിക എന്നുള്ളത് നോക്കിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഓൺ റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി. ആപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ എന്താണ് ജേണൽ എൻട്രി? പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളാണ് കമ്പനി. അപ്പോൾ കമ്പനി നമുക്ക് ആപ്ലിക്കേഷൻ മണി കിട്ടി, ആ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നമുക്ക് ജേണൽ എൻട്രി എഴുതാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് എൻട്രി എന്ത് വരും? പൈസ റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. അപ്പോൾ ഡെബിറ്റിന്റെ നേരെ എമൗണ്ട്, ക്രെഡിറ്റിന്റെ നേരെ ക്രെഡിറ്റിന്റെ എമൗണ്ട് എഴുതാം. നരേഷൻ എഴുതണം ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ഇവിടെ ടു എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ബീയിങ് എന്ന് എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് നരേഷൻ എഴുതിയാൽ മതി. ഇതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി. ഇനി റിസീവ് ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അതിനുള്ള ജേണൽ എൻട്രിയാണ് രണ്ടാമത്തേത് വരുന്നത്. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അതായത് നരേഷൻ നമുക്ക് എന്താ എഴുതാം? ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി. ഇനി നമുക്ക് നോക്കേണ്ടത് ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത ശേഷം കമ്പനി എന്ത് ചെയ്യും? ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കും. അതിനുള്ള ജേണൽ എൻട്രി ആണ് വരുന്നത്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ, അതായത് അലോട്ട്മെന്റ് മണി ഡ്യൂ ആയി. അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് കൊടുക്കാൻ കമ്പനി ആവശ്യപ്പെടുന്നതാണ്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അതായത് അലോട്ട്മെന്റ് മണി ഡ്യൂ ആയി, അതാണ് അതിന്റെ അർത്ഥം. അലോട്ട്മെന്റ് മണി ഡ്യൂ. ഇനി അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുന്നു. ആ സമയത്തുള്ള ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. നരേഷൻ വരും അലോട്ട്മെന്റ് മണി റിസീവ്ഡ്, ആ എമൗണ്ട് റിസീവ് ചെയ്തു. ദെൻ ഇതുപോലെ തന്നെയാണ്. അതായത് ഇനിയിപ്പോൾ അടുത്ത ഇൻസ്റ്റാൾമെന്റ് കോൾ മണി. ഇപ്പൊ കോൾ മണി ഡ്യൂ ആവും, അതിനുശേഷം റിസീവ് ചെയ്യും. ചിലപ്പോൾ ഫസ്റ്റ് കോൾ മാത്രം, ചിലപ്പോൾ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഉണ്ടാവും, എത്ര കോൾ വേണമെങ്കിലും ഉണ്ടാവും. പിന്നെ അതിനുള്ള ജേണൽ എൻട്രി ആണ് നമുക്ക് നോക്കേണ്ടത്.
അപ്പോൾ ഫസ്റ്റ് കോളിന്റെ എമൗണ്ട് ഡ്യൂ ആവുമ്പോൾ അലോട്ട്മെന്റ് ഡ്യൂ ആയ പോലെ തന്നെ നമ്മൾ എഴുതും ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡേറ്റർ. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡേറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. നരേഷൻ എഴുതാം ഷെയർ ഫസ്റ്റ് കോൾ മണി ഡ്യൂ. ഇനി ആ എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡേറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. നരേഷൻ ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ്. ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്തു. ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ്. ഇനിയിപ്പോൾ ഫൈനൽ കോൾ ഉണ്ടെങ്കിൽ ഡ്യൂ ആകുമ്പോൾ ഷെയർ സെക്കൻഡ് ഹാൻഡ് ഫൈനൽ കോൾ ഡേറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡേറ്റർ ടു ഫസ്റ്റ് ഹാൻഡ് ഷെയർ ഫൈനൽ കോൾ എന്നെഴുതാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ആവാം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, അതുപോലെ തന്നെ പാറിൽ ഇഷ്യൂ ചെയ്യും, ഫേസ് വാല്യൂവിന് തന്നെ ഇഷ്യൂ ചെയ്യുന്നു. അതാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതിയത്. ഇനി അത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് വാല്യൂവിനേക്കാൾ കൂടിയ വിലയ്ക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. പ്രീമിയം രണ്ട് സമയത്ത് കളക്ട് ചെയ്യാം. ഒന്നുകിൽ ആപ്ലിക്കേഷൻ സമയത്ത് റിസീവ് ചെയ്യാം, അതല്ല എങ്കിൽ അലോട്ട്മെന്റ് മണിയുടെ കൂടെ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള ജേണൽ എൻട്രീസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രീമിയം അപ്പൊ ആദ്യം ചെയ്ത് നമ്മൾ പാർ. ഇനി നമുക്ക് നോക്കേണ്ടത് ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ആപ്ലിക്കേഷന്റെ സമയത്താണ് പ്രീമിയത്തിന്റെ എമൗണ്ട് കിട്ടുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡേറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. നരേഷൻ നമ്മൾ എഴുതും ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് വേണമെങ്കിൽ നമുക്ക് എഴുതാം അലോങ് വിത്ത് സെക്യൂരിറ്റീസ് പ്രീമിയം. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ എഴുതിയത് ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ആണ്. ഇവിടെ നമുക്ക് ഈ ഷെയർ ആപ്ലിക്കേഷൻ മണിയിൽ സെക്യൂരിറ്റീസ് പ്രീമിയം ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എൻട്രി കൂടെ വരും. അതായത് നമുക്ക് ജേണൽ എൻട്രി വരുന്നത് ഇതാണ്: ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡേറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് പ്രീമിയം. ഇപ്പൊ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത സമയത്ത് സെക്യൂരിറ്റീസ് പ്രീമിയം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജേണൽ എൻട്രി ആണ്. ഫസ്റ്റ് എൻട്രി ആപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡേറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ പ്രീമിയം ഇൻക്ലൂഡഡ് ആണ്. ദെൻ രണ്ടാമത്തെ എൻട്രി ആണ് എന്ത് വരുന്നത്? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡേറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ഇനിയിപ്പോ ഈ പ്രീമിയം കിട്ടുന്നത് അലോട്ട്മെന്റിന്റെ സമയത്താണെങ്കിൽ, അലോട്ട്മെന്റിന്റെ സമയത്താണ് ഇത് കളക്ട് ചെയ്യുന്നതെങ്കിൽ അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുമ്പോൾ നമ്മൾ ഈ പ്രീമിയം എഴുതും. ഇപ്പൊ ജേണൽ എൻട്രി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡേറ്റർ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡേറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. അതായത് അലോട്ട്മെന്റ് മണി ഡ്യൂ ആ സമയത്ത് എഴുതുന്ന ജേണൽ എൻട്രിയാണ് അലോട്ട്മെന്റ് മണി ഡ്യൂ. അടുത്തത് നമുക്ക് നോക്കാം. അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡേറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്.
allotment money received. ഇനി നമുക്ക് നോക്കേണ്ടത് കോൾസ് ഇൻ അരിയേഴ്സ് വരെ, അതുപോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസ് വരെ. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് മുൻകൂട്ടി റിസീവ് ചെയ്യുന്നതിനാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയാം. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഡ്യൂ ആയി പക്ഷെ അത് റിസീവ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയാ? കോൾസ് ഇൻ അരിയേഴ്സ്. നമുക്ക് കോൾസ് ഇൻ അഡ്വാൻസിന്റെ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കോൾസ് ഇൻ അഡ്വാൻസ് റിസീവ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡേറ്റർ, ടു കോൾസ് ഇൻ അഡ്വാൻസ്. ഇനി നമുക്ക് ആ എമൗണ്ടിനെ നമ്മൾ കൺസേൺഡ് ഇൻസ്റ്റാൾമെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡേറ്റർ, ടു അലോട്ട്മെന്റ് ആവാം. ഇപ്പൊ ആപ്ലിക്കേഷൻ സമയത്ത് അലോട്ട്മെന്റ് മണി കിട്ടിയെങ്കിൽ നമുക്ക് അത് എഴുതാം. അലോട്ട്മെന്റ് അല്ലെങ്കിൽ കോൾസ്, ഏത് ഇൻസ്റ്റാൾമെന്റ് ആണോ അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് കോൾസ് ഇൻ അരിയേഴ്സ്. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാലോ എമൗണ്ട് ഡ്യൂ ആയി പക്ഷെ അത് റിസീവ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോഴെങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതാന്നുള്ളത്? അതായത് നേരത്തെ നമ്മൾ പഠിച്ചു, ഇപ്പോൾ അലോട്ട്മെന്റ് മണി ഡ്യൂ ആയി പൈസ കിട്ടിയില്ല എങ്കിൽ അപ്പോൾ റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡേറ്റർ, എമൗണ്ട് റിസീവ്ഡ്, കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡേറ്റർ, ടു ഷെയർ അലോട്ട്മെന്റ്, അതല്ലെങ്കിൽ കോൾ. അപ്പൊ എപ്പോഴാണോ ആ എമൗണ്ട് നമുക്കിവിടെ ഡ്യൂ ആയി, അതായത് റിസീവ് ചെയ്യുന്നില്ല എങ്കിൽ ആ സമയത്താണ് നമ്മൾ ഈ ജേണൽ എൻട്രി എഴുതുന്നത്. അപ്പോൾ അലോട്ട്മെന്റിന്റെ സമയത്താണെങ്കിൽ അല്ലെങ്കിൽ കോൾസ് വിളിക്കുമ്പോഴാണ് കോൾസ് ഇൻ അരിയേഴ്സ് വരുന്നതെങ്കിൽ, അതായത് എമൗണ്ട് റിസീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തറിയാനായിട്ട് സാധിക്കുന്നത്? കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടോ എന്നുള്ളത്. എമൗണ്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി ഇങ്ങനെ വരും: ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, കോൾസ് ഇൻ അരിയേഴ്സ് ഡെറ്റർ, കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ടു ഷെയർ അലോട്ട്മെന്റ്, അലോട്ട്മെന്റ് മണിയിലാണ് അല്ലെങ്കിൽ ഓർ കോൾസ് ഫസ്റ്റ് കോളോ ഫൈനൽ കോളോ ഏതാണെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ജേണൽ എൻട്രി എഴുതേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇഷ്യൂ ചെയ്ത ഷെയർ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റ് കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യും? ആ ഷെയറിനെ കമ്പനി ഫോർഫീറ്റ് ചെയ്യും. ഫോർഫീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനി തിരികെ മേടിക്കുന്നു. അതിനുശേഷം അതെന്ത് ചെയ്യും? റീ ഇഷ്യൂ നടത്തും. ഫോർഫീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ആ ഷെയർ റീ ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി നമുക്ക് നോക്കാം. അപ്പോൾ അലോട്ട്മെന്റ് മണിയാണ് ഡ്യൂ ആയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി നമ്മൾ എന്താ എഴുതാം? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡേറ്റർ, ടു ഷെയർ ക്യാപിറ്റൽ. ഇനി ഈ എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെഴുതും? ജേണൽ എൻട്രി നമുക്ക് എന്താ വരിക? ആ സമയത്ത് ഇപ്പൊ കോൾസ് ഇൻ അരിയേഴ്സ് വന്നെങ്കിൽ നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഡേറ്റർ, കോൾസ് ഇൻ അരിയേഴ്സ് ഡേറ്റർ, ടു അലോട്ട്മെന്റ് ആണെങ്കിൽ ഷെയർ അലോട്ട്മെന്റ്, കോൾ മണി ആണെങ്കിൽ ടു കോൾസ് എന്ന് എഴുതും. ഈ കോൾസ് ഇൻ അരിയേഴ്സ് വന്ന ഷെയർ കമ്പനി എന്ത് ചെയ്യും? തിരികെ മേടിക്കും. അപ്പൊ അതിനുള്ള ജേണൽ എൻട്രി ആണ് നമുക്ക് നോക്കേണ്ടത്. ഫോർഫീച്ചർ നടത്തുമ്പോൾ ജേണൽ എൻട്രി വരുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ,
ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു forfeited shares account, forfeited shares account, അതായത് ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എമൗണ്ട് പെയ്ഡ്. നമ്മൾ എത്രയാണോ ആപ്ലിക്കേഷൻ മണി ആയിട്ട് കൊടുത്തത് അല്ലെങ്കിൽ അലോട്ട്മെന്റ് എത്ര, അതാണ് നമ്മളിവിടെ പറയുന്നത്. ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എമൗണ്ട് പെയ്ഡ് ടു കോൾസ് ഇൻ അരിയേഴ്സ്. കോൾസ് ഇൻ അരിയേഴ്സ് നമ്മൾ കൊടുക്കാത്ത എമൗണ്ട് എത്രയാണ്, കുടിശ്ശിക എത്രയാണെന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത്. അലോട്ട്മെന്റ് മണി ഉണ്ടാവും, അതുപോലെ തന്നെ കോൾ മണി ഉണ്ടാവാം. അതാണ് നമ്മളിവിടെ പറയുന്നത്. ടു കോൾസ് ഇൻ അരിയേഴ്സ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ട് ടു കോൾസ് ഇൻ അരിയേഴ്സ്. ഇനി എന്ത് ചെയ്യും? ഈ ഫോർഫിറ്റ് ചെയ്ത ഷെയർ റീ ഇഷ്യൂ ചെയ്യും, വീണ്ടും ഇഷ്യൂ ചെയ്യും. അതായത് റീ ഇഷ്യൂ നടത്തുമ്പോൾ പല ഇൻസ്റ്റാൾമെന്റ് എല്ലാം ഒറ്റ പ്രാവശ്യമായിട്ടാണ് എമൗണ്ട് റിസീവ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ജേണൽ എൻട്രി ആണ് നമുക്ക് വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, അതായത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്ത എമൗണ്ട്. ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ share forfeited account debtor to share capital. അതായത് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡിസ്കൗണ്ട് ആണ്. എത്ര രൂപയാണോ ഡിസ്കൗണ്ട് അനുവദിക്കുന്നത്. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നമുക്ക് ഒരു എൻട്രി കൂടെ വരും. അതായത് ഈ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിന്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. അതിനുള്ള ജേണൽ എൻട്രി ആണ് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. ഇത്രയാണ് നമുക്കിതിൽ ജേണൽ എൻട്രീസ് മെയിൻ ആയിട്ട് വേണ്ടി വരുന്നത്. ഈ ജേണൽ എൻട്രീസ് പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ ചോദിക്കണം 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ജേണൽ എൻട്രീസ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി പഠിക്കണം.